ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഫലൂഡ ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വഴിയിൽ നിന്ന് മോറിൽ നിന്ന് നമ്മൾ ഫലൂഡ മേക്കേഴ്സൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വേണം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം. അതിനുശേഷം നമ്മൾ 1.5 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്നുമില്ല, വെറും സിമ്പിൾ. നമ്മൾ ഇരിക്കുന്ന ഫലൂഡ മിക്സ് എടുക്കുക, അത് പൊട്ടിക്കുക, അത് അതിലേക്ക് ഇടുക. അതിനുശേഷം അത് 15 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. ദെൻ നമുക്കത് ചൂടോടല്ലല്ലോ കുടിക്കേണ്ടത് ഫലൂഡ. അപ്പോൾ അതിനായിട്ട് നമുക്ക് തണുപ്പിക്കണം. അപ്പം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 15 മിനിറ്റ്, ഒരു മോർ ദാൻ 1 അവർ നമുക്കതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അതായത് ഓവർ ഫ്രീസ് വേണ്ട, ജസ്റ്റ് ഒരു ഫ്രീസ് ചെയ്ത് നമുക്ക് എടുക്കാം. ദെൻ സിമ്പിൾ. നമ്മൾ ഗ്ലാസ്സിലൊഴിക്കുന്നു, കലക്കുന്നു, കുടിക്കുന്നു. ഞാനിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സേമിയ നമ്മൾ ഫലൂഡ കുടിക്കുമ്പോൾ അതിലൊരു സേമിയ ഉണ്ടല്ലോ, ആ സേമിയ ഇതിൽ ഫ്രീസ് ചെയ്യാൻ നേരം സെപ്പറേറ്റ് ചെയ്താണ് വെച്ചത്. അതായത് പാലിൻ്റെ പോർഷൻ വേറൊരു പാത്രത്തിലും സേമിയയുടെ പോർഷൻ വേറൊരു പാത്രത്തിലും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. സേമിയ എടുത്ത് ഗ്ലാസ്സിലോട്ടിടുക, അതിനുശേഷം നമുക്ക് ഈ മിക്സ് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് എന്തായാലും ഒരു ടെസ്റ്റർ വേണമല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ ടെസ്റ്റർ എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം ഞാൻ ഇത് അമ്മയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് അധികം ഫലൂഡ കുടിക്കുന്ന ഒരു എഫക്റ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു പായസം പോലെ, അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ ഫലൂഡ വെറുതെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടി. അതിന് വേണ്ടി ഞാൻ മാംഗോ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം. അതിനുശേഷം ഞാനത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. കണ്ടില്ലേ അമ്മയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടില്ലേ? അങ്ങനെ അമ്മ കിട്ടിയ പാടത് കുടിച്ച് നോക്കി, കൊള്ളാം, പക്ഷേ നല്ല മധുരമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.